എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 29, 30, 31, 32, 33 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ബലരാമസ്വാമിക്കും കൂടി ഒരു വർഷം അവസാനിക്കാറായപ്പോഴാണ് ഭഗവാന്റെ ഈ അത്ഭുത ലീല മനസ്സിലായതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായി ഇങ്ങനെ പശുക്കൾക്കും സ്ത്രീകൾക്കും ഗോപന്മാർക്കും ഒക്കെ തന്റെ കുട്ടികളോട് ഇങ്ങനെ അതിയായ സ്നേഹം? ചെറിയ കുട്ടികളെ അവിടെ വെച്ച് മടിയിൽ വെക്കേണ്ട കുട്ടികളെ നിലത്ത് നിർത്തിയിട്ട് കാട്ടിൽ പോയിട്ട് വരുന്ന വലിയ കുട്ടികളെ മടിയിൽ വെച്ചിട്ട് അവര് ഉമ്മ വയ്ക്കണു. അവരെ കാണുമ്പോ അമ്മമാർക്ക് പാല് ചൊരുത്തണം. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം. അപ്പോഴാണ് കൃഷ്ണനോട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം സർവജ്ഞനായതുകൊണ്ട് അദ്ദേഹം മനസ്സിലായി. അപ്പൊ ഒന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ബലരാമസ്വാമിക്ക് ഇങ്ങനെ എല്ലാം ആയിരിക്കുന്നതും ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത്. അത് 7 ശ്ലോകങ്ങൾ കൊണ്ട് ഇതാ വർണ്ണിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. തതോ വിദൂരാച്ചരതോ ഗാവോ വത്സാനുപവ്രജം ഗോവർദ്ധനാദ്രിശിരസി ചരന്ത്യോ ദദൃശുസ്തൃണം. ആ വനത്തിലെ ബലരാമൻ കണ്ട ആശ്ചര്യത്തെ വർണ്ണിക്കുന്നു. ഗോവർദ്ധന പർവ്വതത്തിന്റെ ശിഖരത്തിലുള്ള ആ വിശേഷമായ പുല്ലുകളൊക്കെ തിന്നുകൊണ്ട് മേയണ പശുക്കള് ആ പർവ്വതത്തിൽ നിന്ന് വളരെ ദൂരെ ഗോകുലത്തിന് സമീപം മേയുന്ന പശുക്കുട്ടികളെ കണ്ടു. അവരിങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തള്ള പശുക്കള്. അപ്പോഴാണ് കുട്ടികളെ അതിന്റെ ചോട്ടിൽ നിന്നിട്ട് ആ പുല്ല് തിന്നണം. അതങ്ങോട്ട് കണ്ടില്ല, ഇവര് ഓടുകയാണ്. ദൃഷ്ട്വാ തൽസ്നേഹവശോ സ്മൃതാത്മാ സ ഗോവ്രജോ അത്യാത്മവദുർഗമാർഗ ദ്വിപാൽ കകുൽഗ്രീവ ഉദാസ്യ പുച്ഛോ ഗാത് ഹുങ്കൃതേരാശ്രുപയാജവേന. സ ആ ഗോവ്രജ പശുക്കൂട്ടം ദൃഷ്ട കണ്ടിട്ട് അഥ അനന്തരം തത് സ്നേഹവശ അവയുടെ പേരിലുള്ള സ്നേഹത്തിന് അധീനമായി അസ്മൃതാത്മാ മറക്കപ്പെട്ട ആത്മാവോടുകൂടിയതായി അത്യാത്മവദുർഗമാർഗ അതിക്രമിക്കപ്പെട്ട മേൽച്ചിൽക്കാരോടും ദുർഗമാർഗത്തോടും കൂടിയതായി കകുത് ഗ്രീവ കഴുത്തിലെ ഗ്രീവയോടുകൂടിയതായി ഉദാസ്യപുച്ഛ ഉയർത്തിയ മുഖത്തോടും വാലോടും കൂടിയതായി ആശ്രുപയ ഒഴുകുന്ന പാലോട് കൂടിയതായിട്ട് ദ്വിപാൽ 2 കാലുള്ളതെന്ന പോലെ തോന്നത്തക്ക വിധത്തിൽ ഹുങ്കൃതൈഹി ഹുങ്കാരങ്ങളോടുകൂടി ജവേന വേഗത്തിൽ അഗാത് ഗമിച്ചു. അപ്പൊ ആ ഗോവർദ്ധന ശിഖരത്തിൽ നിൽക്കണ പശുക്കൂട്ടം വ്രജത്തിന്റെ സമീപത്തില് പശുക്കുട്ടികൾ മേയണത് കണ്ട ഉടനെ ആ കുട്ടികളുടെ പേരിലുള്ള സ്നേഹ ആധിക്യം നിമിത്തം തങ്ങളെ തന്നെ അങ്ങോട്ട് മറക്കുകയാണ്. ഭഗവാനാണല്ലോ ആ പശുക്കുട്ടികളായിട്ട് നിൽക്കണം. ഇവരങ്ങോട്ട് ഓടുകയാണ്. മേയ്ക്കുന്നവരിങ്ങനെ തടുക്കുന്നുണ്ട്. അതിനെയൊക്കെ ഇങ്ങനെ അതിക്രമിച്ച് കടക്കാൻ കഴിയാത്ത ആ ഗോവർദ്ധന പർവ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് കല്ലുകളും മുല്ലുകളും ഭയങ്കര വല്ലാത്തൊരു ഇറക്കാണത്. അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പാറക്കല്ലുകളാണ്. അത് കൂടെയൊക്കെ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് കരുതി പായാണ് ഇങ്ങനെ ഈ പശുക്കളെന്ന്. മുൻകാലുകള് രണ്ടും പിൻകാലുകള് രണ്ടും ഒന്നായി ചേർത്ത് എടുത്ത് ചാടണത് കണ്ടാൽ 4 കാലുള്ളവയല്ലേ ഇവർക്ക് 2 കാലേ ഉള്ളോ എന്ന് തോന്നുന്നു. അത്ര വേഗത്തിലാ. അങ്ങനെ അവര് ചാടി ഓടി ഇവരുടെ അടുത്ത് അങ്ങോട്ട് എത്തണം. അവര് നക്കണം, ഉമ്മ വയ്ക്കണം, അവർക്ക് പാല് കൊടുക്കണം. ഇത് മാത്രമേ പശുക്കൾക്ക് വിചാരമുള്ളൂ. അങ്ങനെ കഴുത്തുകൾ ഉയർത്തി പുഞ്ഞക്കുടങ്ങളുടെ മീതെയായിട്ട് വാലുകൾ നന്നിങ്ങനെ പൊക്കിയിട്ടുണ്ട്. വാലുകളൊക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ച് പൊക്കി പിടിച്ച് ആ കുട്ടികളുടെ വിചാരങ്ങൾ വന്നപ്പോ അന്ധകരണം അങ്ങോട്ട് ദേവിച്ചു ആ പശുക്കളുടെ. അപ്പൊ അതിന്റെ ലക്ഷണമായിട്ട് അകിടുകളിൽ നിന്ന് ഇങ്ങനെ പാലിങ്ങനെ ചൊരത്താൻ തുടങ്ങി എല്ലാ പശുക്കളുടെയും. ഇങ്ങനെ ഹുങ്കാര ശബ്ദങ്ങളാൽ കുട്ടികളെ വിളിച്ചുകൊണ്ട് വ്രജസമീപത്തിലേക്ക് അതിവേഗത്തിൽ ഇങ്ങോട്ട് പാഞ്ഞെത്തി. പതുക്കെ എന്നൊക്കെ പറയണ്ടേ ഇവര് മേയ്ക്കുന്ന. അതൊന്നും എവിടെ ഒന്നും കേൾക്കണില്ല. അവിടെ അങ്ങോട്ട് എത്തണം എന്ന് മാത്രമേ തോന്നുള്ളൂ. ഭഗവത് സമീപത്തേക്ക് അങ്ങോട്ട് കുതിക്കണം എന്ന് തോന്നണം. കുതിച്ച് അവിടെ എത്തണം എന്ന് തോന്നണം ഓരോ ഭക്തനും, അല്ലെ? സമേത്യ ഗാവോധോ വത്സാൻ വത്സവത്യോപ്യപായയൻ ഗിലന്ത്യൈവ ചാംഗാനി ലിഹന്ത്യ സൗധസംപയ.
ആ ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് ചാടി ഓട്ടി വ്രജസമീപത്തിലെത്തിയ ഈ പശുക്കള് പിന്നെയും പ്രസവിച്ചിട്ടുണ്ട്. അവര് ഒരു പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ട്. വേറെ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക്. എന്നാൽ ഈ കുട്ടികളെ കണ്ടപ്പോ ഭഗവാനായിട്ട് ഭഗവാൻ വേഷം കെട്ടിയിരിക്കുന്ന ആ കുട്ടികളെ ആ ഒരു രൂപത്തിൽ കണ്ടപ്പോ അവരെയുള്ള അതിസ്നേഹം നിമിത്തം ഇപ്പൊ ഇങ്ങനെ പിടിച്ചു വിഴുങ്ങുമോ എന്ന് തോന്നുന്ന കണ്ട അവരുടെ അതുപോലെയാണ് അവര് ആ ശരീരത്തിലുള്ള ആ പശുക്കുട്ടികളെ ഇങ്ങനെ നക്കി നക്കി തോർത്തി പ്രത്യേകം പ്രത്യേകം നക്കിക്കൊണ്ട് ഓരോ അവയവത്തിലും ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ നക്കി ഓരോ ശബ്ദമൊക്കെ ഉണ്ടാക്കി ആ പാലിങ്ങനെ കുടിപ്പിക്കുകയാണ്. എന്താ ഒരു അതിയായിട്ടുള്ള ഒരു പരിഭ്രമത്തോട് കൂടിയിട്ടാണ്, വല്ലാത്തൊരു ഭാവത്തോട് കൂടിയിട്ടാണ് അവരത് ചെയ്യണത്. അത് കണ്ടു നിൽക്കണവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ബലരാമനും അത്ഭുതം തോന്നിയത്. സാധാരണ പശുക്കൾക്ക് രണ്ടാമത് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പശുക്കുട്ടികളോട് സ്നേഹമൊന്നും അത്ര ഉണ്ടാവില്ല. അവരെ മുല കുടിപ്പിക്കുകയൊന്നും ചെയ്യില്ല. അവര് സമ്പ്രദായം ഇല്ല. ഈ പശുക്കള് ഭഗവത് പ്രേരിതകളായിട്ട് അതുപോലെ മോഹിതകളായിട്ടാണ് ഭവിച്ചത്. അതുകൊണ്ട് അതിനു മുമ്പുള്ള പ്രസവത്തിൽ ഉണ്ടായതാണെങ്കിലും ഇവയ്ക്ക് ശേഷം ഉണ്ടായ കുട്ടികളെക്കാളും സ്നേഹം, ചെറിയ കുട്ടികളെക്കാളും സ്നേഹം ഈ കുട്ടികളിൽ കാണിച്ച് ഇങ്ങനെ മുല കുടിപ്പിക്കുകയാണ്. ഭഗവാനല്ലേ, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നണത്. ഗോപാസ്തരോധനായാസൗഖ്യലജ്ജോരുമന്യുന ദുർഗാർത്ഥകൃച്ഛ്രതോഭേദ്യ ഗോപൽസേർദുസുസുതാൻ. പശുക്കളെ പരിപാലിക്കണ ആ ഗോപന്മാര് അവയങ്ങനെ തടുത്തു നിർത്തണ്ടേ. എന്താ കുറെ ശ്രമിക്കണ്ട അവര്. എവിടൊക്കെയായി ഓടണേ, എന്താ എങ്ങനെ ഓടണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തടുത്തു നിർത്തുന്നുണ്ട്. അതൊന്നും ഫലിച്ചില്ല. അതുകൊണ്ട് അപ്പൊ അവർക്ക് ഒരു ലജ്ജ തോന്നി. എന്താ ഈ പശുക്കള് ഞങ്ങളിപ്പോ പറഞ്ഞാൽ കേൾക്കാത്ത എന്നുള്ളൊരു വിഷമം. അതുകൊണ്ട് വിഷമം മാത്രമല്ല, ദേഷ്യം വന്നു എന്നാ പറയണ അവർക്ക്. അപ്പൊ ഇവരിങ്ങനെ ഈ കല്ലും മുള്ളുകളെ നിറഞ്ഞ വഴി കൂടെ അല്ലേ ഓടണത്. അങ്ങനെ ഇവരും ഈ പശുക്കൾ ഓടുന്ന വഴി കൂടെ കല്ലും മുള്ളും കുന്നുകളും കുഴികളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന വഴി കൂടെ ഓടിയിട്ട് അവർക്കും വല്ലാത്ത വിഷമം വന്നു. ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് ഈ പശുക്കളോട് ദേഷ്യം വന്നിട്ട് നോക്കണ സമയത്ത് എന്താ, അവരുടെ അടുത്ത് നിന്ന് ഭഗവാനായിട്ടുള്ള ആ കുട്ടികള്, ഈ ഗോപന്മാരുടെ കുട്ടികളെ ഗോപകുമാരന്മാരെയും കണ്ടു. അപ്പൊ അവരുടെ ദേഷ്യമൊക്കെ പോയി. അവരും ഭഗവാന്മാരാണല്ലോ. അത് കണ്ടു. തദീക്ഷണോൽ പ്രേമരസാപ്ലുതാശയ ജാതാനുരാഗാഗതമന്യവോർപ്പകാൻ ഉദുഹ്യദോർഭി പരിരഭ്യമൂർധനീ പ്രാണേ അവാപു പരമാം മുദം തേ. ഇവരിങ്ങനെ കൂടുതൽ വിഷമിച്ച് ഇവരുടെ പിന്നാലെ ഓടിയിട്ട് അല്ലാണ്ട് അങ്ങോട്ട് ക്ഷീണിച്ചു കേത്തച്ചുകൊണ്ട് വന്നിട്ട് പശുക്കളുടെ അരികത്ത് കൊണ്ട് അങ്ങോട്ട് നിർത്തിയില്ലേ. അപ്പൊ പാലൊക്കെ അങ്ങനെ അവര് കുടിച്ചില്ലേ. പിന്നെ പിറ്റേ ദിവസം പാല് കിട്ടില്ലോ. ആ പാലൊക്കെ മുഴുവനും കുടിക്കാൻ ഇടവരുത്തിയത് അങ്ങോട്ട് കണ്ടപ്പോ അവർക്ക് വല്ലാത്ത വിഷമം, ദേഷ്യം വന്നു. പക്ഷേ തന്റെ പുത്രന്മാരെ കണ്ട ഉടനെ അവരുടെ ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറി. ആ പ്രേമരൂപമായിട്ടുള്ള അമൃതത്തിലെ ഗോപന്മാരുടെ ഹൃദയം അങ്ങോട്ട് മുങ്ങിപ്പോയി എന്നാ പറയണത്. അവരും ഭഗവാന്റെ രൂപത്തിലുള്ള ആ കുട്ടികളെ കണ്ടപ്പോ അങ്ങോട്ട് അവരുടെ മനസ്സും അങ്ങോട്ട് ആർദ്രമായി. വല്ലാത്തൊരു ഭക്തിഭാവം, അവർക്ക് പ്രേമം ആ കുട്ടികളോട് വന്നു. ക്രോധം അങ്ങോട്ട് പോയി. പൊടുന്നനെ ആ ക്രോധം ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് എത്രയോ ദൂരെ പോയി എന്നാ പറയുന്നത്. എന്ന് മാത്രമല്ല, കുട്ടികളെ വാരിയെടുത്ത് കൈകൾ കൊണ്ട് മാറിലണച്ചങ്ങോട്ട് ശിരസിലങ്ങോട്ട് ചുംബിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും ഒരുപോലെ. അങ്ങനെ വല്ലാത്ത സന്തോഷം, അവരുടെ കണ്ണുകളിൽ നിന്നൊക്കെ അങ്ങനെ സന്തോഷാശ്രുക്കൾ വരാൻ തുടങ്ങി. കെട്ടിപ്പിടിച്ചിങ്ങനെ ഉമ്മ വയ്ക്കുക തന്നെ ആ കുട്ടികളെ. എത്ര കഷ്ടം അനുഭവിച്ചാലും, ഏതേത് മാതിരി വിഷമങ്ങൾ വന്നാലും, എന്തൊക്കെയോ വിഷമങ്ങൾക്ക് കീഴടങ്ങിയവരായിരുന്നാലും, എപ്പോ ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിക്കുന്നുവോ അപ്പോ അതുവരെ ഉണ്ടായ സർവ്വ ദുഃഖങ്ങളും ക്രോധാദി വൃത്തികളും തീരെ നശിച്ച് കേവല ആനന്ദ അനുഭവം മാത്രം അവശേഷിക്കും എന്നുള്ള തത്വം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്കിങ്ങനെ അവരുടെ മനസ്സിലാവുക ക്രോധമില്ല, ഒന്നുമില്ല, ആനന്ദം മാത്രം, ആനന്ദം മാത്രം. അങ്ങനെ ആ കുട്ടികളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ബ്രഹ്മസാക്ഷാത്കാരാണ് അവര് അനുഭവിക്കുന്നത് ആ ഗോപന്മാർ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.